ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാൻ അവരുടെ ആക്ടിങ്ങിൽ അമ്മയാണെങ്കിലും പാർവതി ചേച്ചി ആണെങ്കിലും രണ്ടുപേരും ഭയങ്കര ലെജൻഡറി ആക്ട്രസസ് ആണ്. അപ്പോൾ അവരുടെ പെർഫോമൻസൊന്നും ഞാൻ കമ്മിറ്റ് ചെയ്യാൻ ആരുമല്ല. പക്ഷേ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഭയങ്കര ടച്ചിങ് ആണ്. എല്ലാവരും പോയി കാണേണ്ട ഒരു മസ്റ്റ് വാച്ച് മൂവിയാണ്. ഒത്തിരി ഇഷ്ടപ്പെട്ടു. എല്ലാവരും കാണുക. എന്തോ കണ്ണു നിറഞ്ഞു വന്നോ. പിന്നെ അല്ലാണ്ട് എല്ലാവരും ക്യാമറ തകർക്കുമ്പോൾ നമ്മളിങ്ങനെ കണ്ണു നിറയുന്നു. എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തു. എല്ലാവരും ഇപ്പോൾ മീറ്റൊക്കെ ചെയ്തു. ഒത്തിരി സന്തോഷമുണ്ട് കാണാൻ പറ്റും. എല്ലാവരും കാണുക അല്ലേ, പ്രോത്സാഹിപ്പിക്കുക. അത്രയും നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും 2 സ്ട്രോങ് ക്യാരക്ടേഴ്സാണ് സിനിമയിലുള്ളത്. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അതിനേക്കാളും ഭയങ്കര ബ്രില്യൻ ഡയറക്ടറുമാണ്. പ്രൊഡക്ഷൻ ആണെങ്കിലും എല്ലാം കൊണ്ടും ഭയങ്കര നല്ല മൂവിയാണ്. ഐ ഫീൽ ലൈക്ക് എല്ലാവരും അത് കാണണം. എല്ലാവരും പ്രോത്സാഹിപ്പിക്കും. ബിഗ് സ്ക്രീനിൽ യെസ്, ദൈവം അനുഗ്രഹിച്ചാൽ ഞാനും ഉണ്ടാവും. യെസ് തീർച്ചയായിട്ടും. താങ്ക് യു. നിങ്ങളുടെ സിനിമയെ സപ്പോർട്ട് ചെയ്യാൻ വന്നതിലാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. ഐ വിഷ് ബിക്കോസ് ഞാൻ ചേച്ചിയിലൂടെ അഭിനയിക്കുമ്പോഴും ഐ വാസ് വെരി, എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. എനിക്ക് ഓരോ ചേച്ചിയുടെ കൂടെ അങ്ങനെ അഭിനയിക്കാൻ പറ്റുന്നുണ്ട്. ഓരോ സീനും ഓരോ ഫ്രെയിമും സിനിമ ഇപ്പോൾ കണ്ടപ്പോഴും എൻ്റെ ഉള്ളിലെ വേദന പോയിട്ടില്ല. ചേച്ചി ആൻഡ് ദെൻ ബിക്കോസ് ഐ എം ഹാപ്പി ക്രിസ്റ്റോൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ എനിക്ക് പറ്റി. ക്രിസ്റ്റോ ഒരുപാട് കാലം എന്നെ കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചു. ആൻഡ് നല്ല പുതിയ അവസാനം വന്ന് ഞാൻ ഈ സിനിമ ചെയ്തു എന്നുള്ളതാണ് സത്യം. വലിയ സന്തോഷമായി. ദി ഓഡിയൻസ് ഓൾസോ ലൈക്സ് ഇറ്റ്. ഞാനിവിടെ പോയിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ കം ബാക്ക് ചെയ്യാൻ. താങ്ക് യു. ഓക്കെ, താങ്ക്സ്. പക്ഷേ കരഞ്ഞു തീർന്നിട്ടില്ല. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. ബട്ട് ഭയങ്കര ഇഷ്ടമായി. ഐ തിങ്ക് കൃഷി ചേച്ചി ഈസ് ഗോഡ്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുള്ളി റിട്ടൺ ഫിലിം. ഭയങ്കര എല്ലാ ക്യാരക്ടേഴ്സിനെയും പടം ഒട്ടും ജഡ്ജ് ചെയ്യുന്നില്ല. എല്ലാവരുടെയും നല്ലതും ചീത്തയും നമ്മൾ എന്താ പറയുക, ജസ്റ്റ് ഒബ്സർവിങ്. എനിക്കത് ഭയങ്കര ഇഷ്ടമായി. ഈ ക്യാരക്ടേഴ്സിനെ ഞാൻ നാളെ രാവിലെ എണീക്കുമ്പോഴും ആലോചിക്കും. ഐ തിങ്ക് ദാറ്റ്സ് എ ഗ്രേറ്റ് ഫിലിം. ഇങ്ങനത്തെ പടങ്ങൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം. എന്താ പറയുക, ലാസ്റ്റ് കുറച്ച് കാലങ്ങളായിട്ട് ഇപ്പോൾ നല്ല നല്ല ബിഗ് ഹിറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. ദിസ് ഇസ് എ വേറെ ലൈൻ ഓഫ് വേറൊരു സ്പേസാണ്. ആ പടങ്ങൾ കാണാനും മലയാളം ഓഡിയൻസസ് ഉണ്ടാവും എന്ന് ഉറപ്പുണ്ട്. ഐ എം എക്സൈറ്റഡ്. താങ്ക് യു. പടം കണ്ടിട്ട് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കാൻ പറ്റുന്നൊരവസ്ഥയല്ല. ശരിക്കും ഇമോഷണലായി ഒരു കുറച്ച് സമയം എടുക്കുമെന്ന് തോന്നുന്നുണ്ട് ഉള്ളിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ട്. അത്രയ്ക്കും ഭയങ്കര ഇമോഷണലായിട്ട് തോന്നുന്നു. എല്ലാവരും സംസാരിക്കാൻ പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ശരിക്കും ബുദ്ധിമുട്ടാണ്. കാരണം കുറച്ച് നേരം ഒന്നും പറയാൻ പറ്റാത്ത അത്രയും ഇമോഷണലായിപ്പോയി. ഇപ്പോഴൊന്ന് ശരിക്കും സ്ലോലി പുറത്ത് വരുന്നേ. കാരണം കുറച്ച് സമയം നമ്മളൊരു സിനിമ കാണുകയാണെന്നുള്ളൊരു ഫീൽ അല്ലാണ്ടായിരുന്നു. വെച്ചിട്ട് ലീലാമ്മയായാലും പാർവതിയുടെ അഞ്ചു ആയാലും ശരിക്കും അവർ ജീവിക്കുകയാണ്. ഭയങ്കര പെർഫോമൻസ് ഓറിയൻറ്റഡ് ഈ പറയുന്ന പോലെ ഈ ആക്ടിങ്ങിൻ്റെ ഒക്കെ ഒരു മാസ്റ്റർ ക്ലാസ് നമ്മൾ സ്റ്റേജിന് ഒക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ പറയുന്ന പോലെ ആക്ടേഴ്സിനൊക്കെ കണ്ട് പഠിക്കേണ്ട പോലത്തെ ഒരു പെർഫോമൻസ് ഭയങ്കര രസമുണ്ട്. കൊട്ടി നിൽക്കുമായിരുന്നു. ഭയങ്കര രസമാണ്. ഭയങ്കര രസമായിട്ടാണ് മേക്ക് ചെയ്തിരിക്കുന്നത്. ആക്ടിങ്ങാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോഴാണെങ്കിൽ പോലും ഇത്രയൊരു ഇൻറ്റൻസ് പടമായിട്ട് ഇത് വരുമെന്ന് ഞാൻ പ്രതീക്ഷയില്ല. പക്ഷേ റോഷിയമ്മയും പാർവതിയൊക്കെ കൂടി ഭയങ്കര അൺബിലീവബിൾ പെർഫോമൻസ് ആണ്. നിങ്ങൾക്ക് ഉള്ളൊഴുപ്പുണ്ടായപ്പോൾ കണ്ടിട്ടില്ല. കാണാതെ നിങ്ങളുടെ അഭിപ്രായം ചോദിക്കും. നിങ്ങൾ പോയി കണ്ടിട്ട് സിനിമയെ കുറിച്ച് പറയും.